നമ്മൾ കുറേ ആളുകൾ പുതിയ ഒരു കാര്യമായിരിക്കും പഠിക്കുന്നത്, അതായത് ഇൻഡ്യൂസ്മെൻ്റ് എന്നുള്ള കാര്യം അല്ല ഇങ്ങനത്തെ ഒരു സ്റ്റൈൽ ഓഫ് ട്രേഡിങ് കുറേ ആളുകൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും, ചില ആളുകൾ ആദ്യമായിട്ട് ചെയ്യുന്നതൊക്കെ ആയിരിക്കും. അപ്പം ഏതൊരു പുതിയ കാര്യം നമ്മൾ പഠിക്കുമ്പോഴും ഒരു ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാകും. അത് എങ്ങനെ മാറുക വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു രീതിയിൽ മാർക്കറ്റിനെ വാച്ച് ചെയ്യുമ്പോഴും ഇങ്ങനെ ഡെയിലി മാർക്കറ്റിൽ ഇത്തരം ലെവൽസിനെ മാർക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. തുടക്കത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻസ് എല്ലാ കാര്യത്തിലും ഉണ്ടാവും നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. അതുകൊണ്ട് ഏതൊരു ജോലി ആദ്യം ചെയ്യുമ്പോഴും ഒരു ചെറിയ ടഫ് പോലെ തന്നെയാണ്. അപ്പം നമ്മൾ ഡെയിലി ഇതിൽ വാച്ച് ചെയ്യുമ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആവും. ഇപ്പോൾ നമ്മുടെ ഈ എൻട്രി സെറ്റപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറഞ്ഞ സംഭവം തന്നെയാണ്. അപ്പോൾ ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ലിക്വിഡിറ്റി ഏരിയകളാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ലിക്വിഡിറ്റി ഏരിയ വെച്ച് ട്രേഡ് ചെയ്യുന്ന വളരെ വിരളമായ ആളുകളെ ഉണ്ടാവുള്ളൂ മാർക്കറ്റിൽ. ഒരു 0.5 100% ആളുകളിൽ നിന്ന് 0.5 താഴെ ആളുകളെ ഉണ്ടാവുള്ളൂ ഇതിൽ. എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. കാരണം എല്ലാ ആളുകൾക്കും ഏറ്റവും ഈസിലി ആക്സസിബിളായ വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജികളും കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും ഒരുവിധ ആളുകളെല്ലാം ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ 93% ഒക്കെ ലോസ് വരുത്തുന്ന ആളുകളാണ് ട്രേഡിങ്ങിൽ. അപ്പോൾ നമ്മൾ അതിൽ സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ സൈഡിൽ നിന്നും അധ്വാനം വേണം, അതുപോലെ നല്ലൊരു സിസ്റ്റം, നല്ലൊരു സ്ട്രാറ്റജി വേണം, നല്ല ട്രേഡ് ഡിസിപ്ലിൻ വേണം, റിസ്ക് റിവാർഡ് മൊത്തമായിട്ട് ക്യാപ്ചർ ചെയ്യാനുള്ളൊരു കഴിവ് വേണം, അല്ലെങ്കിൽ റിസ്ക് റിവാർഡ് കറക്റ്റ് ഫോളോ ചെയ്യാനുള്ളൊരു സ്കില്ല് വേണം. പലപ്പോഴും നമ്മൾ പല രീതിയിലുള്ള ട്രേഡിങ് ചെയ്ത ആളുകളായിരിക്കും. പലർക്കും പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ കറക്റ്റായിട്ട് വെക്കാൻ പറ്റും, പക്ഷേ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും അല്ലേ. എനിക്ക് തോന്നുന്നു മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ വരുന്നത് എന്താ വെച്ചാൽ നമുക്ക് നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ, ചിലപ്പം ഒരു സ്ട്രാറ്റജി പഠിച്ചിട്ട് അവർ ചെയ്തിട്ട് നെഗറ്റീവ് റിസൾട്ട് ആകുമ്പോഴാണ് പലപ്പോഴും ആളുകൾക്ക് ഈ റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യാൻ കഴിയാത്തത്. കാരണം ചിലപ്പോൾ കുറേ ട്രേഡ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് എപ്പോഴും SL വരുമ്പോൾ ടാർഗറ്റ് തീരെ അടിക്കാതെ വരുമ്പോൾ പിന്നീട് അവർക്ക് റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്മെൻറ്റ് സെറ്റപ്പിൽ എത്തിക്കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് മൊമെൻറ്റം കിട്ടാറുണ്ട്. ട്രേഡ് എടുക്കുമ്പോൾ മൊമെൻറ്റം കിട്ടും, പക്ഷേ നമ്മളെപ്പോഴും വിചാരിച്ചിരുന്ന ഏരിയയിൽ നിന്ന് മാർക്കറ്റ് പോകില്ല. അത് മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവം നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് എന്താ പറയുക, വേറെ ഒരു ജോലി ചെയ്യുന്ന പോലെ നിങ്ങൾ കാലാകാലം എന്താ പറയുക ഒരു 10 കൊല്ലം സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നമ്മൾ എടുക്കുന്ന എൻട്രികൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഏരിയകളിൽ നിന്ന് എപ്പോഴും വർക്ക് ചെയ്യില്ല. അതിപ്പോൾ 100 കൊല്ലം പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഐഡിയ ഉണ്ടാവും. ഇതൊരു പ്രോബബിലിറ്റിൻ്റെ ഗെയിമാണല്ലോ. അപ്പോൾ നമ്മൾ ഒരു ഏരിയ മാർക്ക് ചെയ്യുക, ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുക, അവിടെ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിക്കുക, ഒരു എൻട്രി എടുക്കുക. ടാർഗറ്റ് ആണെങ്കിലും സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 10 കൊല്ലം പഠിച്ച് 20 കൊല്ലം പഠിച്ചെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യണമൊക്കെ 100% ശരി ആയിക്കോളുന്നില്ല. ഇതൊക്കെ തന്നെയാണ് ട്രേഡിങ്ങിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് നമ്മൾ ലൈവ് മാർക്കറ്റിൽ എങ്ങനെ മാർക്ക് ചെയ്യണമെന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യം പറയുന്നത് എന്താ വെച്ചാൽ ഈ ഇൻഡ്യൂസ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് ഹയർ ടൈം ഫ്രെയിം ഇൻഡ്യൂസ്മെൻറ്റ് 15 മിനിറ്റിൻ്റെ ഇൻഡ്യൂസ്മെൻറ്റ് മാർക്ക് ചെയ്യാനാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അതെന്തിനാ വെച്ചാൽ നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ മാർക്കറ്റ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മാർക്ക് ചെയ്തിട്ട് മാർക്കറ്റ് അപ്പ് ട്രെൻഡിലാവുമ്പോൾ അപ്പ് സൈഡിലേക്ക് ഡൗൺ ട്രെൻഡ് അങ്ങനെ ഉള്ള ട്രേഡിംഗ് പ്ലാനുകളായിരുന്നു. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ അതിനേക്കാളും, കാരണം ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ ഒക്കെ വരുന്നതിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു രീതിയായിട്ട് എനിക്ക് തോന്നിയത് ഇൻഡ്യൂസ്മെൻറ്റുകൾ മാർക്ക് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള ഹയർ ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി മാർക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. നമ്മുടെ ട്രേഡിങ് ചെയ്യുന്നത് ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ എന്നാണ്. അതെങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. അത് ഹയർ ടൈം ഫ്രെയിം ആയ 15 മിനിറ്റിൻ്റെ. അപ്പോൾ 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിൽ നമ്മൾ മാർക്കറ്റിനെ വാച്ച് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഈ ഒരു രീതിയിൽ പോകുമ്പോൾ ഇങ്ങനെ മാർക്കറ്റ് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ IDX ഏരിയകൾ. മാർക്കറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് സ്ട്രൈറ്റ് ആയിട്ട് മുകളിലേക്ക് പോകുമ്പോൾ എപ്പോഴാണോ ഏതെങ്കിലും ഒരു ഏത് ക്യാൻഡലിനെയാണോ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്നത് പിന്നീട് ഹൈ ബ്രേക്ക് ചെയ്യുന്നത് അവിടെ പുൾ ബാക്ക് എന്ന് പറയാം. ആ പുൾ ബാക്കിൻ്റെ താഴെ ഏരിയനെ നമ്മൾ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. നമ്മുടെ അപ് ട്രെൻഡ് മാർക്കറ്റിൽ നമുക്ക് എൻട്രി വരുന്ന ഏരിയ ഇതാണ്. 15 മിനിറ്റിൻ്റെ ക്യാൻഡലിൽ നമുക്ക് എൻട്രി വരിക ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഡ്യൂട്ടി എന്താ വെച്ചാൽ ഇങ്ങനെ കാണുന്ന മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന മാർക്കറ്റിൽ ഇത്തരം ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയകൾ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയകൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കലാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. ആ ഒരു ഏരിയയിൽ എത്തുമ്പോഴാണ് ട്രേഡിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അടുത്ത വീഡിയോകളിൽ പഠിക്കും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആദ്യം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള ലിക്വിഡിറ്റി ഏരിയകൾ മാർക്ക് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന കാര്യം. അപ്പോൾ അതിന് മാർക്കറ്റിനെ ഈ 15 മിനിറ്റ്സിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയകൾ മാർക്ക് ചെയ്ത് വെക്കാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ലൈവ് സെഷനിൽ കാണിച്ചു തരാം എങ്ങനെ മാർക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി വരും. ആദ്യം ബേസിക് ആയിട്ടുള്ള ഇത് നോക്കാം.
ഇതൊക്കെ അപ്സൈഡിലേക്കുള്ള ലിക്വിഡിറ്റി ഏരിയകളാണ്. 50 മിനിറ്റ്സിൽ മാർക്കറ്റ് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അപ്സൈഡിലേക്കുള്ള ലിക്വിഡിറ്റി ഏരിയകളാണ് ഇതൊക്കെ. ഇനി നമുക്ക് എങ്ങനെയാണ് ഡൗൺ സൈഡിലേക്കുള്ള ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്യാന്ന് വെച്ചാൽ, മാർക്കറ്റിൽ സ്ട്രൈറ്റ് ആയിട്ട് ഇപ്പോൾ അപ്സൈഡിലേക്കുള്ള മാർക്കിംഗ് മാത്രം നമുക്ക് കിട്ടി. ഇതൊക്കെ അപ്സൈഡിലേക്കുള്ള മാർക്കിംഗ് ആയിരിക്കും. ഇനി നമുക്ക് ഡൗൺ സൈഡിലേക്ക് മാർക്കിംഗ് ചെയ്യണമെങ്കിൽ ഇതും അപ്സൈഡ് ലിക്വിഡിറ്റിയാണ്, അതായത് ഡൗൺ സൈഡ് ലിക്വിഡിറ്റിയാണ്. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. നമുക്ക് ഇനി ഡൗൺ സൈഡിലേക്ക് മാർക്കിംഗ് വരണമെങ്കിൽ മാർക്കറ്റ് നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഹൈയിൻ്റെ താഴെയായിട്ട് ഒരു IDX ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഡൗൺ സൈഡിലേക്ക് മാർക്കിംഗ് വരുള്ളൂ. ഇപ്പോൾ മാർക്കറ്റ് ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ട് ഇതും അപ്സൈഡിലേക്ക് ലിക്വിഡിറ്റിയാണ്. ഓക്കെ, നമുക്ക് എപ്പോഴാണ് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി മാർക്ക് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ, മാർക്കറ്റ് നേരത്തെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തില്ലേ, അതിൻ്റെ താഴെയായിട്ട് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് താഴേക്ക് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്തേക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചറും കാര്യങ്ങളൊന്നും പഠിക്കാത്തതുകൊണ്ട് ഈ രീതിയിലുള്ള മാർക്കിംഗ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഡ്യൂസ്മെൻറ്റ് മാർക്ക് ചെയ്യണത് മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും നമുക്ക് ഇതിലില്ല. നമുക്ക് ആകെ ഉള്ളത് മാർക്കറ്റിൽ ഇൻഡ്യൂസ്മെൻറ്റുകൾ മാർക്ക് ചെയ്യുന്ന രീതികൾ മാത്രമേ പഠിക്കണുള്ളൂ. ഇനി ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമുക്ക് എന്താണ്, ഇതൊക്കെ നമുക്ക് ഡൗൺ സൈഡിലേക്ക് മീൻസ് മാർക്കറ്റ് അപ്പ് സൈഡ് ലിക്വിഡിറ്റി മാർക്ക് ചെയ്യാനുള്ള ഏരിയയാണ്. അതായത് നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഹൈയിൻ്റെ താഴെയായിട്ട് ഒരു IDX ഉണ്ടാക്കുകയാണ്. ആ ഒരു ഏരിയനെയൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ താഴേക്കുള്ള ട്രേഡാണ് നോക്കുക, ഈ ഒരു ഏരിയയിൽ ടച്ച് ചെയ്യുമ്പോൾ മുകളിലേക്കുള്ള ട്രേഡാണ് നോക്കുക. ഇനി ഇത് എങ്ങനെ ട്രെൻഡിങ് എങ്ങനെ മാറുകയെന്ന് വെച്ചാൽ, മാർക്കറ്റിൽ ഞാൻ പറഞ്ഞു നേരത്തെ ഉണ്ടാക്കിയൊരു ലോ ഇവിടെയാണല്ലോ, ആ ഒരു ലോൻ്റെ താഴേക്ക് പോകാതെ ഒരു IDX ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് അപ്സൈഡിലേക്കുള്ള ട്രേഡായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്സൈഡിലേക്കുള്ള ട്രേഡിങ് ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നേരത്തെ ക്രിയേറ്റ് ചെയ്ത ലോ എടുക്കാതെ തന്നെ ഒരു IDX ഉണ്ടാക്കുകയാണെങ്കിൽ 50 മിനിറ്റ്സിൽ ആ ഒരു ഏരിയനെ നമുക്ക് അപ്സൈഡിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ട്രെൻഡ് ഏത് ഡയറക്ഷനിലേക്കാണ്, നിങ്ങൾക്ക് സംശയം ഉണ്ടായി മാർക്കറ്റ് 1 മിനിറ്റിൽ മാർക്ക് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ഡൗൺ സൈഡിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ച് വരുമ്പോൾ എപ്പോഴാണ് നമ്മൾ അപ്പ് സൈഡിലേക്ക് മാർക്കിംഗ് തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇൻഡ്യൂസ്മെൻറ്റ് ക്ലാസ് കേട്ടപ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ അല്ലേ, 1 മിനിറ്റ് മാർക്കിംഗ് അനുസരിച്ച്. നമ്മൾ അത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹയർ ടൈം ഫ്രെയിമിൽ IDX ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂ എന്ത് വേണം, താഴേക്ക് ആവണം എന്നുള്ളതാണ് ക്ലാസ്സുകാരെ വന്നു. ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഇൻഡ്യൂസ്മെൻറ്റ് ടാപ്പ് ചെയ്യുമ്പോഴേ നമ്മുടെ ഡൗൺ ട്രെൻഡ് ആണോ അപ്പ് ട്രെൻഡ് ആണോ നമ്മൾ തീരുമാനിക്കാം. ഇപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ ഒരു IDX ടാപ്പ് ചെയ്തു ഉണ്ടാക്കി നമുക്ക് കിട്ടി. നമ്മുടെ മനസ്സിൽ വേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ ഈ ഒരു ഏരിയയിൽ വന്ന് മാർക്കറ്റ് തൊടുന്ന സമയത്ത് നമ്മൾ ഇനി അപ്സൈഡിലേക്കുള്ള ട്രേഡാണ് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ 1 മിനിറ്റിൽ ഒരു IDX കിട്ടിയിട്ട് എൻട്രി എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ എൻട്രി സെറ്റപ്പ്. അപ്പം ഇത്രയേ ഉള്ളൂ. ട്രെൻഡിങ് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോഴാണ് അതാണ് നമ്മുടെ ട്രെൻഡ്. ഇപ്പോൾ മാർക്കറ്റ് 50 മിനിറ്റ്സിൻ്റെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റിയാണ് ടാപ്പ് ചെയ്യുന്നതെങ്കിൽ അപ്പ് സൈഡിലേക്കായിരിക്കും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട രീതി. അതുപോലെ മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലേക്കുള്ള ലിക്വിഡിറ്റി ഏരിയയിൽ മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്യുമ്പോൾ, ഇവിടെ വന്ന് ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട കാര്യം, ഇനി എനിക്ക് താഴേക്കാണ് ട്രേഡ് എന്നുള്ള കാര്യം മാത്രം മനസ്സിൽ വെച്ചാൽ മതി. അതുപോലെ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഉണ്ടാവും, ഇതൊരു IDX നമുക്ക് കിട്ടിയ IDX ആണ്. ഇവിടെ വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്താൽ മനസ്സിലുണ്ടാവേണ്ട കാര്യം, ഇനി ഞാൻ അപ്പ് സൈഡിലേക്ക് ട്രേഡ് 1 മിനിറ്റിലെ IDX ടാപ്പ് ചെയ്യുമ്പോൾ അപ്പ് സൈഡിലേക്ക് ട്രേഡ് നോക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പം അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മുടെ എൻട്രി സെറ്റപ്പുകൾ, ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ എൻട്രി സെറ്റപ്പിൻ്റെ ആണ്, അതിൽ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പം ഹയർ ടൈം ഫ്രെയിം നോക്കിയിട്ട് ലിക്വിഡിറ്റി മാർക്ക് ചെയ്യാമെന്ന് മാത്രം നമ്മൾ ബേസിക്കായിട്ട് പഠിക്കേണ്ട കാര്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലൈവായിട്ട് ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. പിന്നെ ഇതിൽ നമുക്ക് എങ്ങനെയാണ് ലിക്വിഡിറ്റി ഏരിയകൾ മാർക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡേറ്റ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ 15 മിനിറ്റിൻ്റെ ക്യാൻഡിലാണിത്, ഗോ ചാർട്ടിങ്ങിൻ്റെതാണ്. അപ്പോൾ റീപ്ലേ മോഡിലിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കെന്താണ് കാര്യങ്ങൾ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എങ്ങനെയൊക്കെ മാർക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു ഡേറ്റ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാർക്കറ്റ് റീപ്ലേ മോഡിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ്, ഒരു സെക്കൻഡ്, ഏതെങ്കിലും ഒരു ഡേറ്റ് മതി, ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം.
അപ്പോൾ മാർക്കറ്റിൽ ഇതാണ് നമ്മുടെ വ്യൂ എന്ന് കരുതുക. മാർക്കറ്റ് എന്താണ്, കണ്ടിന്യൂസ് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സെക്കൻഡ്, കണ്ടിന്യൂസ് ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മാർക്കിംഗ് എവിടെ വരണമെന്ന് വെച്ചാൽ നമ്മൾ നോക്കേണ്ടത് മാർക്കറ്റ് താഴേക്ക് ഇങ്ങനെ വരുമ്പം ഏതെങ്കിലും ഒരു ക്യാൻഡിലിൻ്റെ ഒരു ലോവസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ലോ ബ്രേക്ക് ചെയ്യണ്ടോയെന്ന് നോക്കിയാൽ മതി നമ്മൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവും, ഇവിടെ ഈ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഇവിടെ ഈ ഒരു എന്താ പറയുക 2.25 ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ ലോ സെയിം ക്യാൻഡിൽ തന്നെ ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക. അതാണ് നമ്മുടെ IDX എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വേണ്ടത് ഈ ഒരു IDX ടാപ്പ് ചെയ്യുമ്പോൾ ഡൗൺ സൈഡിലേക്കുള്ള വ്യൂ ഏരിയ ആണിത്. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കുള്ള എൻട്രി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കേണ്ടതെന്നുള്ളൂ. ഓക്കെ, കളറൊന്നും കുഴപ്പമില്ല, കളർ നിങ്ങൾ ഡൗൺ സൈഡിലേക്കുള്ള IDXകൾ മാർക്കിംഗ് നോക്കി വെച്ചാൽ മതി, ഇങ്ങനെ ലൈവ് മാർക്കറ്റിൽ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ എന്താ പറയുക അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഡൗൺ സൈഡിലേക്കാണ് പ്ലാൻ ചെയ്യേണ്ടത്. നമ്മൾ ഇനി മാർക്കറ്റ് അവേഴ്സിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഇവിടെ നമുക്ക് എന്തായി ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡലിൻ്റെ കറക്റ്റായിട്ട് എക്സാക്ട്ലി ആ ഒരു IDX ഏരിയയിൽ നിന്ന് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട് അല്ലേ. ഇനി ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ അടുത്ത ഒരു IDX എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണ്. ഇത് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്ന ഒരു ഏരിയ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് റെഡിയാക്കി വെക്കുക. ഇനി നമ്മൾ വാച്ച് ചെയ്യേണ്ട കാര്യം, എപ്പോഴാണോ ഇത് ടച്ച് ചെയ്യുന്നത് അപ്പോഴേ നമുക്ക് ട്രേഡ് ഉള്ളൂ. അല്ലെങ്കിൽ പുതിയൊരു IDX ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഇനി അതിൻ്റെ ലോയും കൂടി ബ്രേക്ക് അപ്പോൾ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു, ലോയും കൂടി ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഹയസ്റ്റ് ഏരിയയിലേക്ക് മാർക്ക് കൊടുക്കുക. ഈ ലോവസ്റ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്തു, ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഹയസ്റ്റ് ഏരിയയിലേക്ക് IDX മാർക്കിംഗ് കൊടുക്കുക. ഇനി ഇവിടെ ടച്ച് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് താഴേക്കുള്ള എൻട്രി നോക്കേണ്ട കാര്യമുള്ളൂ. അപ്പം വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ പുതിയതായ IDX ക്രിയേറ്റ് ചെയ്യേണ്ടത് നോക്കുക. പുതിയ IDX ക്രിയേറ്റ് ഉണ്ടോ, ഇവിടെ ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ ലോയും കൂടി ബ്രേക്ക് ചെയ്ത് നമ്മുടെ IDX മാറും, അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ സംഭവിച്ചത് എന്താ വെച്ചാൽ ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്യാതെ പുതിയൊരു IDX മുകളിലേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? അതായത് ഞാൻ പറഞ്ഞ നേരത്തെ മാർക്കിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അപ്പ് സൈഡിലേക്കും ഡൗൺ സൈഡിലേക്കും നമുക്ക് എൻട്രി വരും, ലിക്വിഡിറ്റി ഏരിയകൾ വരും. അപ്പോൾ അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതാണ്. ഇതുവരെ നമ്മൾ താഴേക്കുള്ള എൻട്രിയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം മാർക്കറ്റ് ഓരോ ലോവർ ഡൗൺ സൈഡിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ലോനെ ബ്രേക്ക് ചെയ്യാതെ താഴേക്ക് പോകാതെ ഒരു IDX മുകളിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അപ്പ് സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഈ ഒരു ഏരിയ എന്താ പറയുക, ഈ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്തത്. പിന്നെ ഗ്രീൻ കളർ കൊടുക്കട്ടോ, കൺഫ്യൂഷൻ ആവണ്ട. മറ്റേത് ബ്ലൂവും കൊടുക്കുക. അപ്പ് സൈഡ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ താഴേക്കുള്ള എൻട്രി നോക്കാനുള്ള ബ്ലൂവും കൊടുക്കുക, അത് ഗ്രീനും കൊടുക്കുക നമുക്ക്. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താ വെച്ചാൽ മാർക്കറ്റ് ഞാൻ പറഞ്ഞു നേരത്തെ ഉണ്ടാക്കിയ ലോ ബ്രേക്ക് ചെയ്യാതെ ഒരു IDX എങ്ങനെ നോക്കേണ്ടത് വെച്ചാൽ അതെങ്ങനെ നോക്കേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടാക്കിയ ലോ ക്യാൻഡിൽ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് ഏതെങ്കിലും ഒരു ക്യാൻഡിൽ പോകുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ആ ഒരു ക്യാൻഡിലെ ഏതെങ്കിലും അതോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മുകളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് നമ്മുടെ IDX ഏരിയ. അപ്പോൾ ഇവിടെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയിലേക്ക് മാർക്കറ്റ് പോയതിനു ശേഷം എന്താ സംഭവിച്ചത്, ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ IDX ഏരിയ, അതായത് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി അപ്പ് സൈഡിലേക്ക് ട്രേഡ് നോക്കാൻ പറ്റിയ ഒരു ഏരിയ നമുക്ക് കിട്ടി. അവിടെ നമ്മൾ മാർക്കിംഗ് കൊടുത്തു. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അവിടെ ടച്ച് ചെയ്യുമ്പോഴേ നമ്മുടെ മൈൻഡിൽ എന്താ വേണ്ടത് വെച്ചാൽ അപ്പ് സൈഡിലേക്കാണ് ഇനി എൻ്റെ ട്രേഡ് പ്ലാൻ എന്നുള്ളൊരു ഏരിയയാണത്. അപ്പം അവിടെ എത്തുമ്പോൾ അപ്പ് സൈഡിലേക്ക് ട്രേഡ് ചെയ്യുക. നേരത്തെ ഓൾറെഡി കിട്ടിയ ഒരു ഏരിയയാണ് ഇവിടെ എത്തുമ്പോൾ ഡൗൺ സൈഡിലേക്ക്. 2 ഏരിയ നമുക്ക് ഉണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ അല്ലേ. രണ്ടും ടച്ച് ചെയ്തിൽ നമുക്ക് എൻട്രി ഇല്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാർക്കറ്റിൽ ടാപ്പ് ചെയ്യുമ്പോഴേ നമുക്ക് എൻട്രി ഉള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് പുതിയൊരു IDX ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ മാർക്കറ്റ് മുകളിലേക്ക് പോയ സമയത്ത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഹൈ വീണ്ടും ബ്രേക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് അടുത്ത വീണ്ടും ഒരു IDX ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഹലോ, നമ്മളിപ്പോൾ ഫസ്റ്റ് അതായത് IDX പറയുമ്പോൾ നമ്മൾ ലോവസ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് ഹയസ്റ്റ് ക്യാൻഡിലിന്റെ മേലെ പോയാലല്ലേ IDX മാർക്ക് ചെയ്യാം. അപ്പൊ താഴെ ഒരു IDX മാർക്ക് ചെയ്തില്ലേ,
അത് ശരിക്കും ഇന്റേണൽ ഐഡിയാസ് അല്ലേ, മേലത്തെ ബ്രേക്ക് ചെയ്താൽ മാത്രമല്ല അത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഇനി മാർക്കിങ് ചെയ്യേണ്ടത് ഈ രീതിയിലാണെന്ന് പറയാം 50 മിനിറ്റ്സിൽ. ഇത് എന്തിനാ വെച്ചാൽ നമ്മൾ ട്രെൻഡ് ഐഡൻറ്റിഫൈ മീൻസ് നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ എന്നുള്ള സബ്ജക്റ്റ് ഒഴിവാക്കി. അപ്പോൾ നമ്മൾ പുതിയ സ്റ്റൈൽ ഓഫ് രീതിയിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി അപ്ഡേറ്റ് ആണ് ഈ ഒരു രീതി, കുറച്ചും കൂടി റിസൾട്ട് ഉണ്ട് ഇതിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിലേക്ക് മാറുന്നത്. ഓക്കെ, ഇത് കുറച്ചുകൂടി ബെറ്റർ ആണ്. വലിയൊരു നമുക്ക് അപ്പ് സൈഡിലേക്കും ഡൗൺ സൈഡിലേക്കും ലിക്വിഡിറ്റി പല സമയത്തും കിട്ടും. അപ്പോൾ എൻട്രീസ് പല ഏരിയയിലും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഐഡിയക്സിനെ ഇനി മുതൽ വാച്ച് ചെയ്താൽ മതി ഹയർ ടൈം ഫ്രെയിമിലൊക്കെ. ഓക്കെ, അതിന് ശേഷം വടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്യാൻഡലിൻ്റെ ഈ ഒരു ഹയസ്റ്റ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്തിട്ട് താഴെ വന്നിട്ട് പിന്നെ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തപ്പം ഇവിടെയും നമുക്ക് ഐഡിയക്സ് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്, ഗ്രീൻ കളറാണ്, അതായത് അപ്പ് സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് ഇതൊക്കെ. ഓക്കെ, വീണ്ടും ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത ഒരു ഏരിയ നമ്മൾ ചിലപ്പോൾ പ്ലാൻ ചെയ്യുക ഇവിടുന്ന് താഴേക്കുള്ള എൻട്രി ആയിരിക്കും. ഈ ഒരു എൻട്രി നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അറിയാം, നമുക്ക് ടാർഗറ്റ് ഏരിയ ഇവിടെ വെക്കാൻ പറ്റുള്ളൂ. 25.10 നമുക്ക് ടാർഗറ്റായിട്ട് 24, അതായത് ഒരു ഐഡിയക്സ് അപ്പ് സൈഡ് ലിക്വിഡിറ്റി എന്നൊരു ട്രേഡ് കിട്ടിയാൽ നമ്മുടെ ടാർഗറ്റ് വെക്കാൻ പറ്റിയ ഏരിയകളാണ് ഇത്തരം ഡൗൺ സൈഡ് ഏരിയകൾ എന്നാണ്. ഇവിടെ എത്തുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യുക. അതായത് മിനിമം നമ്മൾ എൻട്രി സെറ്റപ്പിൽ പറയും മിനിമം എത്ര പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കുകയുള്ളൂ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ വാച്ച് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് എൻട്രി വരണമെങ്കിൽ ഒന്നുകിൽ അവിടെ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട്, പക്ഷേ ടാർഗറ്റ് ഏരിയയിലേക്ക് എത്തിയില്ല. വീണ്ടും പുതിയൊരു ഐഡിയക്സ് മുകളിലേക്കാണ് ക്രിയേറ്റ് ചെയ്തത്. അതായത് ഈ ഒരു ഹയസ്റ്റ് ക്യാൻഡിലിൻ്റെ ഇവിടെ ഈ ഒരു ഹയസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയും ഒരു ഐഡിയക്സ് കിട്ടി. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇനി അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഏരിയ. അങ്ങനെ ഇവിടെ ടച്ച് ചെയ്യുമ്പോഴേ നമുക്ക് ഇനി അടുത്തൊരു എൻട്രി ഉള്ളൂ. അങ്ങനെയാണ് സംഭവം മാർക്കിങ് വരിക. അപ്പോൾ പ്രീവിയസ് ഡേയിൽ ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ഐഡിയക്സ് ഉണ്ടെങ്കിൽ ഇവിടുന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയൊക്കെ ലെഫ്റ്റ് സൈഡ് ഇവിടുന്ന് നമുക്ക് താഴേക്ക് നോക്കാം. ഈ ഒരു ഐഡിയക്സിന് ഇവിടെയുള്ള ഐഡിയക്സിന് നമുക്ക് എന്ത് ചെയ്യാം, താഴേക്കുള്ള എൻട്രിയും കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ്. ഇത് ബ്ലൂ കളറിൽ കൊടുക്കാം. ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് താഴേക്കുള്ള എൻട്രി എടുക്കാൻ പറ്റിയ ഏരിയ. ഇത് നമുക്ക് കാണാം. നമുക്ക് നെക്സ്റ്റ് ഡേ ഒക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഒരു ഐഡിയക്സ് ക്രിയേറ്റ് ചെയ്തപ്പോഴാണ് ഈ ഒരു എന്താ പറയുക 24 ഒക്ടോബറിന് 3 മണിയുടെ ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് നമുക്ക് കിട്ടിയത് 24 ഒക്ടോബറിനാണ് ഈ ഒരു ഐഡിയക്സ് കിട്ടിയത്. അതിനുശേഷം 7 ഒക്ടോബറിനാണ് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തത്. അപ്പോൾ 7 ഒക്ടോബറിനാണ് ഈ ഒരു ഏരിയ ക്രിയേറ്റ് ആയത്, ഐഡിയക്സ് ഏരിയ. അവിടെ വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്യുന്നത് 9 ഒക്ടോബറിന്. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിലാണ് ടാപ്പ് ചെയ്യുന്നത്. നമുക്ക് ഡൗൺ സൈഡിലേക്കായിരിക്കും ആദ്യത്തെ ട്രേഡ് ചെയ്യാം. ഓക്കെ, അതെങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് നമുക്ക് പ്രീവിയസ് ഡേ മാർക്കിംഗ് അനുസരിച്ചിട്ട് ഒറ്റ ട്രേഡ് ഉണ്ടാവുള്ളൂ. പ്രീവിയസ് ഡേയിൽ നമ്മൾ മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ 9-ാം തീയതി മാർക്കറ്റ് ഓപ്പൺ ആവാണ്. രാവിലെ 9:15 മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയത്. അപ്പോൾ നമ്മൾ അതിൻ്റെ തലേ ദിവസം ലിക്വിഡിറ്റി ഏരിയകൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ താഴേക്ക് ട്രേഡ് ചെയ്യാനായിരിക്കും നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ്. നമ്മുടെ ടാർഗറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ആയിരിക്കും, ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ. അവിടുന്ന് അത്യാവശ്യം പോയിന്റ് താഴേക്കുണ്ട്. 125,147 ആണ്. ഇത് 24,900 വലിയ പോയിന്റ്സ് ഉണ്ട് അവിടെ ആ ഒരു ഏരിയയിലേക്ക്. നമ്മുടെ ട്രേഡ് അറ്റംപ്റ്റ് ആ ഒരു ഏരിയയിലേക്കായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ഒരു ഐഡിയക്സ് ഉണ്ട്, ഈ ഒരു ഹൈസ്റ്റ് ക്യാൻഡിലെ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക ആ ഒരു ഏരിയയാണ് ആ ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് മാർക്കറ്റ് താഴേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക ആ ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് മാർക്കറ്റ് താഴേക്ക് വന്നു. പക്ഷേ നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റിയ ഏരിയ ഇവിടെയും ഉണ്ട് ശരിക്കും. കാരണം ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, ഈ ഒരു ക്യാൻഡിലിൻ്റെ എന്താ പറയുക, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഏതെങ്കിലും ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ആദ്യം ബ്രേക്ക് ചെയ്തിട്ട് ഹൈ ബ്രേക്ക് ചെയ്ത് സിംഗിൾ ക്യാൻഡിൽ തന്നെ ബ്രേക്ക് ചെയ്ത് അവിടെ 10 മണിൻ്റെ ക്യാൻഡിൽ. അപ്പോൾ ഇവിടെ ഒരു ഐഡിയക്സ് ഏരിയ ആണ്. ഇത് ടാപ്പ് ചെയ്യുമ്പം അപ്പ് സൈഡിലേക്ക് നോക്കാൻ പറ്റിയ ഒരു ഏരിയ. ഇത് തിരിച്ചങ്ങോട്ടും കിട്ടും കേട്ടോ. കാരണം മാർക്കറ്റ് ഇപ്പം ഇതുവരെ ബുള്ളിഷ് മീൻസ് അപ്പ് സൈഡ് ലിക്വിഡിറ്റി നമ്മൾ മാർക്ക് ചെയ്തുകൊണ്ടിരുന്ന മാർക്കറ്റ് നേരത്തെ ഉണ്ടാക്കിയ ഹൈൻ്റെ താഴെയായിട്ട് പുതിയൊരു ഐഡിയക്സ് ഉണ്ടാക്കുമ്പോൾ താഴേക്ക് ട്രേഡ് നോക്കാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ട് അവിടെ. അതായത് മാർക്കറ്റ് നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഹൈ ഇതാണ്. നേരത്തെ നമ്മൾ ഇവിടെ നോക്കിയില്ലേ, നേരത്തെ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ അതിൻ്റെ മുകളിലാക്കിയിട്ട് ഒരു ഇൻറ്റേർണൽ പോലെ ഒരു ഐഡിയക്സ് ഉണ്ടാക്കി. ഒരു ഹൈയസ്റ്റ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ താഴേക്കുള്ള അതായത് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ അപ്പ് സൈഡിലേക്ക് നോക്കാൻ വേണ്ടി. അതേപോലത്തെ കേസാണ് ഇവിടെയും വന്നത്. നേരത്തെ ഇപ്പോൾ ഒരു ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ഹൈൻ്റെ താഴെയായിട്ട് ഒരു ഐഡിയക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് താഴേക്കുള്ള എൻട്രിക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട്
അതായത് ഏറ്റവും ടോപ്പിലുള്ള ക്യാൻഡിൽ ടച്ച് ചെയ്ത് താഴേക്ക് മാർക്കറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഏരിയനെ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്തേക്കാം. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത് അവിടെ ടച്ച് ചെയ്യുമ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഡൗൺ സൈഡ് എൻട്രി ആണെന്നുള്ള അത് അങ്ങനെ ഉണ്ടാവണം. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ അപ്പ് സൈഡിലേക്കുള്ള എൻട്രി. അപ്പം മാർക്കറ്റിൽ നമുക്ക് മാർക്കറ്റ് അവേഴ്സിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് ഒരു അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് വെക്കാൻ പറ്റിയ ഏരിയയിലാണ്. ഇവിടുന്ന് മാർക്കറ്റ് ഓൾമോസ്റ്റ് 25,151 25,029 വരെയൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ അപ്പ് സൈഡ് മാർക്ക് ചെയ്ത ഏരിയ ടാപ്പ് ചെയ്തിട്ടില്ല. മാർക്കറ്റ് നമ്മുടെ ഡൗൺ സൈഡിലുള്ള ലിക്വിഡിറ്റി നമ്മൾ മാർക്ക് ചെയ്തത് ഇവിടുന്ന് അപ്പ് സൈഡിലേക്ക് ട്രേഡ് നോക്കാൻ പറ്റിയ ഒരു ഏരിയ. അവിടെ എത്തിയിട്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തിട്ട് മുകളിലേക്ക് തന്നെ മാർക്കറ്റ് പോകുന്നുണ്ട് അല്ലേ. പിന്നെ ഈ മാർക്കറ്റിൽ പുതിയ പുതിയ ഐഡിയക്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഒരു ഹയസ്റ്റ് ക്യാൻഡിലിൻ്റെ, അതായത് പറഞ്ഞുതരാം, നമ്മൾ നേരത്തെ ഇപ്പോൾ തൊട്ടടുത്ത് കണ്ടിട്ടുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് ലിക്വിഡിറ്റി ഏരിയകൾ കിട്ടും. മാർക്കറ്റ് എന്താ സംഭവിച്ചു വെച്ചാൽ ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ക്യാൻഡിൽ ആ ഒരു ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഫസ്റ്റ് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ നമ്മൾ റെഗുലറായിട്ട് മാർക്കിംഗ് വരുന്ന സമയത്ത് നമുക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ആദ്യം കേൾക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് ആയി തോന്നും. അപ്പോൾ നമ്മൾ ലൈവായിട്ട് ഇത് എനിക്ക് തോന്നുന്നത് ചാർട്ടിങ്ങിൽ കുറച്ചും കൂടി ഒരു വൃത്തിയില്ല. ചാർട്ടിംഗ് എന്ന് പറഞ്ഞ ചാർട്ടാണിത്. കുറച്ചും കൂടി ട്രേഡിംഗ് വ്യൂവിൽ കുറച്ചും കൂടി വൃത്തിയാണ്. പക്ഷേ അതിൻ്റെ ഇതില്ല, വീഡിയോ വേഷൻ എടുത്തിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ മാർക്കിങ് നമുക്ക് ഇനി ലൈവായിട്ട് പിന്നെ ലൈവ് ടൈമിൽ മാർക്കറ്റ് അവേഴ്സിൽ നമ്മൾ മാർക്ക് ചെയ്യുമല്ലോ. അപ്പം ഫെമിലിയർ ആയിക്കോളും. അത് ഇനി കുറേ ദിവസങ്ങളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഡെയിലിയുള്ള ഐഡിയക്സുകളൊക്കെ കാര്യം നമ്മൾ ഗ്രൂപ്പിൽ ഇനി പോസ്റ്റ് ചെയ്യും. നമുക്കൊന്നുകൂടി ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഐഡിയക്സുകളാണ് ഇന്ന് ഉണ്ടായത്, നാളെ നോക്കേണ്ട ഐഡിയക്സുകൾ ഏതൊക്കെയാണ്, ആ കാര്യങ്ങൾ നമ്മളൊരു കണ്ടിന്യൂസ് 10-15 ദിവസം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് സിമ്പിളായിട്ട് മാറുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ് ചെയ്യാൻ പറ്റിയ ഏരിയ. മാർക്കറ്റ് പിന്നെ സ്ട്രൈറ്റ് ആയിട്ട് ആ ഒരു ഏരിയ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് പിന്നീട് ഒരു ഏരിയ ക്രിയേറ്റ് ആയിട്ടില്ല. നേരത്തെ ഉണ്ടാക്കിയ ലോനെ ക്രിയേറ്റ് ചെയ്ത് പിന്നെ ഒരു ഏരിയ വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് എന്താണ്, നേരത്തെ ഉണ്ടാക്കിയ ലോൻ്റെ താഴേക്ക് ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇവിടെയും ഒരു ഐഡിയക്സ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇതിനെന്തിനാണ്, ഈ ഒരു ഐഡിയക്സിനെ നമ്മൾ ഡൗൺ സൈഡ് ട്രേഡിന് പ്ലാൻ ചെയ്യുന്ന ഐഡിയക്സ് ഏരിയകളാണ്. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ കാരണം ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് അപ്പ് സൈഡ് ഐഡിയക്സ്, അപ്പ് സൈഡ് ലിക്വിഡിറ്റി ഏരിയ നമ്മൾ മാർക്ക് ചെയ്യും. ഇവിടെ ടാപ്പ് ചെയ്യും. ഇവിടെ മാർക്കറ്റ് നമുക്ക് ഇനി ട്രേഡ് ഉണ്ട് എവിടെ വെച്ചാൽ ഇവിടെ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്യുമ്പോഴേ താഴേക്കുള്ള ട്രേഡ് ഉള്ളൂ. അതിന് മുമ്പ് നമുക്ക് ലെഫ്റ്റ് സൈഡിലൊക്കെ ഐഡിയക്സ് ഉണ്ട്. അവിടെ ടച്ച് ചെയ്യുമ്പോൾ മുകളിലേക്കുള്ള എൻട്രിയുള്ള ഏരിയകളാണ്. ഓക്കെ, ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ അതാണ് നമ്മൾ പ്രീവിയസ് ഡേയിലെ ലെവൽസൊക്കെ മാർക്ക് ചെയ്ത് അവിടെ എത്തുമ്പോഴാണ് ട്രേഡ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടുന്ന് ഒരു എൻട്രി എടുത്താൽ തന്നെ ടാർഗറ്റ് വെക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇവിടുന്ന് എൻട്രി എടുത്ത് കഴിഞ്ഞാൽ അവിടേക്കുള്ള ഡിസ്റ്റൻസ് എത്ര ഉണ്ടെന്ന് നോക്കുക. 928 ഓൾമോസ്റ്റ് 100 പോയിൻ്റൊക്കെ ഉണ്ട്. അതൊക്കെ 1:10 ഒക്കെ കിട്ടാനുള്ള ട്രേഡ് എത്തിക്കഴിഞ്ഞാൽ 1:10 ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു എൻട്രി കിട്ടിയിട്ട് ഓൾറെഡി അത്യാവശ്യം മൂവ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഡേ ആണ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ആയത്. അങ്ങനെയുള്ള നമുക്ക് ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും ഉണ്ടാവില്ല. നമുക്ക് സെയിം ഡേ അവിടുത്തെ റിയാക്ഷൻ. ഇപ്പോൾ നമ്മൾ ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്ത ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എന്താ പറയുക 924 അന്ന് വൈകിട്ട് 973 50 പോയിൻ്റൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട്. 1:5 ഒക്കെ ടാർഗറ്റ് അടിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് മാർക്കിങ് ചെയ്യുക. നമുക്ക് ഇനി പ്രീവിയസ് ഡേയിലെ മാർക്കിങ് മീൻസ് ഇനി നമുക്ക് പുതിയത് ഏതെങ്കിലും ഐഡിയക്സ് കിട്ടുന്നുണ്ടോ നോക്കാം. ഇനി ഐഡിയക്സ് കിട്ടുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഹയസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ, ആ ഒരു ലോവസ്റ്റ് ഏരിയ നമ്മൾ മാർക്ക് ചെയ്തേക്കും. നമ്മുടെ പ്ലാൻ എന്താ വെച്ചാൽ ഇവിടെ ടച്ച് ചെയ്യണം. ഇനി നമുക്ക് അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ് കിട്ടണമെങ്കിൽ രണ്ടും ഡിഫറൻസ് മനസ്സിലായല്ലോ. അതായത് ഡൗൺ ട്രെൻഡിലേക്ക് കിട്ടണമെങ്കിൽ ഡൗൺ സൈഡിലേക്ക് നമുക്ക് ട്രേഡ് കിട്ടണമെങ്കിൽ എന്താ വേണ്ടത് വെച്ചാൽ മാർക്കറ്റ് താഴേക്ക് വരുമ്പം ഏതെങ്കിലും ഒരു ലോവസ്റ്റ് ക്യാൻഡിലിൻ്റെ 15 മിനിറ്റിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഹയസ്റ്റ് ഏരിയയിൽ നമ്മൾ മാർക്കിംഗ് കൊടുത്ത് നിൽക്കും. അവിടെ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക താഴേക്കുള്ള ട്രേഡിനായിരിക്കും. ഇവിടെ നമ്മൾ താഴേക്കുള്ള ട്രേഡിനായിരിക്കും ആദ്യം നോക്കാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആഴ്ചയിൽ അടിച്ചിട്ടുണ്ടാവും അവിടെ. ഇനി പിന്നെ നമുക്ക് നോക്കേണ്ടത് അന്നത്തെ ദിവസം ഏതെങ്കിലും ക്രിയേറ്റ് ഒരു ഹയസ്റ്റ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്ത് ഇനി നമുക്ക് അന്നത്തെ ദിവസം ട്രേഡ് ഉള്ളത് ഇവിടെ ടച്ച് ചെയ്യുമ്പോഴേ മുകളിലേക്കുള്ള ട്രേഡ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അപ്പ് സൈഡിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കുറേ അപ്പുറത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ടച്ച് ചെയ്യുമ്പോൾ താഴേക്ക്. ഇപ്പോൾ ഓൾറെഡി ഇനി ഇവിടെ ടച്ച് ചെയ്യാതെ നമുക്ക് ചിലപ്പോൾ അപ്പ് സൈഡിലേക്കുള്ള എൻട്രി ഉണ്ടാവും. ഇനി ഇവിടെ ടച്ച് ചെയ്യാതെ വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ
ഈ ഒരു ഹയസ്റ്റ് ക്യാൻഡിലെ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും പുതിയൊരു IDX ആയി. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഹയസ്റ്റ് ക്യാൻഡിലെ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു ഏരിയയിൽ നമുക്ക് അടുത്തൊരു IDX മാർക്ക് ചെയ്ത് ഇനി നാളത്തെ ദിവസം മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് അപ്പ് സൈഡിലേക്ക് ട്രേഡ് ഉണ്ടാവുള്ളൂ. അതിന് മുമ്പ് നമുക്ക് എന്താണ്, ഇവിടെ ലെഫ്റ്റ് സൈഡിലും ഒരു IDX ഉണ്ട്, താഴേക്ക് നോക്കാൻ പറ്റും. അവിടെ ടച്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയത്. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ ട്രേഡ് ചിലപ്പോൾ താഴേക്കുള്ളതായിരിക്കും ആദ്യം നോക്കുക. ഇനി അതിൻ്റെ ടാർഗറ്റ് വെക്കുക ഇവിടെ ആയിരിക്കും കേട്ടോ. എക്സാക്ട്ലി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയത് രാവിലെ തന്നെ. അപ്പോൾ അവിടെ ടച്ച് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ മൈൻഡിൽ പ്രീവിയസ് ഡേയിലുള്ള മാർക്കിംഗ് IDX ലെവൽ ഇവിടെയാണ്. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ താഴേക്കായിരിക്കും ആദ്യം നോക്കുക. എക്സാക്ട്ലി അവിടെ നിന്ന് കറക്റ്റ് താഴേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഒക്കെ ടച്ച് ചെയ്യുമ്പോൾ മുകളിലേക്കായിരിക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളെ ട്രേഡ് എക്സിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആയിരിക്കും ഇത്. കാരണം 25,163 ട്രേഡ് എടുത്താൽ ഓൾമോസ്റ്റ് 100 പോയിന്റ് താഴേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ട്രേഡ് എക്സിറ്റ് ചെയ്യും, കാരണം ഇവിടെ ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ ഉണ്ടായതുകൊണ്ട് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യുന്നതാണ്. ഒക്ടോബർ 15 ആയിട്ടുള്ളൂ അല്ലേ. ലിക്വിഡിറ്റി ഏരിയ എന്ന മാർക്കറ്റ് എപ്പോഴും റിയാക്ഷൻ ഉണ്ടാവും കേട്ടോ. ഓരോ ലിക്വിഡിറ്റി താഴേക്കുള്ള ലിക്വിഡിറ്റി ഏരിയ മാർക്കറ്റ്. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, പുതിയൊരു IDX കിട്ടണമെങ്കിൽ എന്താ വേണം, ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ നമുക്ക് പുതിയൊരു IDX കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ ട്രേഡ് ഈ ഒരു ഏരിയയിൽ എത്തുമ്പോഴായിരിക്കും താഴേക്കുള്ള ട്രേഡ് നോക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, അപ്സൈഡ് ലിക്വിഡിറ്റി, അതായത് താഴേക്ക് നോക്കാനുള്ള ട്രേഡ് കിട്ടണമെങ്കിൽ എന്ത് വേണം, മാർക്കറ്റ് ഒരു ഈ താഴേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ക്യാൻഡിൽ ഹൈ ബ്രേക്ക്, ലോവസ്റ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഹയസ്റ്റ് ഏരിയ ഏത് ലോവസ്റ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് ഏത് വരെയാണ് മാർക്കറ്റ് പോയത് ആ ഒരു ഹയസ്റ്റ് ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. നമ്മുടെ പ്ലാൻ അവിടെ എത്തുമ്പോൾ എനിക്ക് താഴേക്കുള്ള ട്രേഡ് ഉള്ളൂ എന്നുള്ളത് അത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മൾ താഴേക്കുള്ള ഒരു ട്രേഡ് പ്ലാൻ ചെയ്യും. അങ്ങനെ കറക്റ്റ് എക്സാക്ട്ലി ആ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് താഴേക്ക് വന്നിട്ടുണ്ട് മാർക്കറ്റ് അല്ലേ, താഴേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ പ്രീവിയസ് ഡേയിൽ മാർക്ക് ചെയ്ത ലെവൽസൊക്കെ ഉണ്ടാവും ഇവിടെ, ഈ ലിക്വിഡിറ്റി ഏരിയകൾ അവിടെ ഓൾറെഡി ഇവിടെ ടാപ്പ് ചെയ്ത് പോയതാണ്. പിന്നെ ടാപ്പ് ചെയ്യാത്ത ഏരിയ എന്ന് പറഞ്ഞാൽ ഇതന്നെ ഉള്ളൂ. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ അപ്പ് സൈഡിലേക്ക് നോക്കുക. ഇനി അപ്പോൾ നമുക്ക് എന്താണ് വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ലോ ബ്രേക്ക് ചെയ്ത് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത IDXന് കറക്റ്റ് റിയാക്ട് ചെയ്ത് ഈസിലി ടാർഗറ്റ് അടിച്ചു. പിന്നെയും നമ്മൾ നോക്കേണ്ട കാര്യം ഇനി നമ്മുടെ IDX എവിടെയാണെന്നുള്ളതാണ്. അതായത് ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ലോ ബ്രേക്ക് ചെയ്തപ്പം ഈ ഒരു ഹയസ്റ്റ് ഏരിയയിലാണ് നമ്മുടെ IDX ഇല്ല. ഇനി ഇവിടെ ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ താഴേക്കുള്ള അടുത്തൊരു എൻട്രി നോക്കുക. അപ്പോൾ താഴെയുള്ള ഈ ഏരിയ ആണെങ്കിൽ ഇത് രണ്ടും ടച്ച് ചെയ്യാതെ നമുക്ക് എൻട്രി ഉണ്ടാവില്ല. അങ്ങനെയാണ്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്കൊരു അപ്സൈഡിലേക്കുള്ള ട്രേഡും കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഞാൻ പറയാൻ പറ്റും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ, ഇതാണല്ലോ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡൗൺ ട്രെൻഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ അപ്പ് ട്രെൻഡിലേക്ക് മാർക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ്. ഇപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടോ, 16 ഒക്ടോബറിൻ്റെ 12 ക്യാൻഡിലെ ഗ്രീൻ ക്യാൻഡിൽ കേട്ടോ, 16 ഒക്ടോബറിൻ്റെ 12 ക്യാൻഡിലെ ഗ്രീൻ ക്യാൻഡിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഹൈ ബ്രേക്ക് ചെയ്തു. എന്താ ഇവിടെ സംഭവിച്ചു വെച്ചാൽ നേരത്തെ ഉണ്ടാക്കിയ ലോൻ്റെ താഴെ പോവാതെ ഈ ഒരു ഹയസ്റ്റ് 11 ഈ ഒരു 11:45 ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇനി നമുക്ക് അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റിയ IDX ഏരിയകൾ കിട്ടണമെങ്കിൽ ഏതെങ്കിലും നേരത്തെ ഉണ്ടാക്കി ഈ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് ഈ ക്യാൻഡിൻ്റെ താഴെ പോവാതെ ഒരു IDX ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ മുകളിലേക്കുള്ള ട്രേഡ് നമുക്ക് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ 12 ക്യാൻഡിൻ്റെ ലോ 12:30 ബ്രേക്ക് ചെയ്ത് അതിനുശേഷം അതിൻ്റെ ഹൈയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയനെ നമുക്ക് മാർക്കിങ് ചെയ്ത് വെക്കാം. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇനി അപ്സൈഡിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണെന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ മാർക്കിങ് കൊടുക്കാം. പക്ഷേ ആ ഒരു ഏരിയ വന്ന് ടച്ച് ചെയ്ത് മാർക്കറ്റ് നെക്സ്റ്റ് ഡേ രാവിലെ മോർണിംഗിലാണ് ഇവിടെ വന്ന് ടച്ച് ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ രാവിലെയാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഫസ്റ്റ് അറ്റംപ്റ്റ് നമ്മൾ മുകളിലേക്കായിരിക്കും നോക്കുക. ഫസ്റ്റ് അറ്റംപ്റ്റ് മുകളിലേക്കായിരിക്കും, അത് നമ്മുടെ SL അടിച്ചിട്ടുണ്ടാവും. പിന്നെ അന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്ത ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ പിന്നെയും സെയിം മാർക്കറ്റ് താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. താഴേക്ക് പോകുന്ന സമയത്ത് ഒരു ലോവസ്റ്റ് ക്യാൻഡലിൻ്റെ 10:15 ലോവസ്റ്റ് ക്യാൻഡലിൽ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉടനെ അത് എപ്പോഴാണ് നമുക്ക് 10:15 ക്യാൻഡലിൻ്റെ 17 ഒക്ടോബറിൻ്റെ ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ലോ ബ്രേക്ക് ചെയ്ത സമയം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അന്നത്തെ ദിവസം 11 മണിക്കാണ്. അപ്പോൾ അന്നത്തെ ദിവസം 11 മണിക്ക് നമുക്ക് ഇവിടെ ഒരു ഏരിയ മാർക്ക് ചെയ്ത് വെക്കാനുണ്ട്. ഇത് എന്താണ്,
ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അപ്പ് സൈഡ് ലിക്വിഡിറ്റിയാണ്. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺ സൈഡ് ട്രേഡാണ്. തിരിച്ച് മാർക്കറ്റ് കയറിയിട്ട് ഇവിടെ ഇനി ടച്ച് ചെയ്യുമ്പോഴേ നമുക്ക് ഈ താഴേക്കുള്ള ട്രേഡ് ഉള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് ടച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് താഴേക്കുള്ള എൻട്രി ഉണ്ടാവുള്ളൂ. അല്ലെ പുതിയ ഐഡിയസ് ക്രിയേറ്റ് ചെയ്യണം മാർക്കറ്റിൽ. പുതിയ ഐഡിയസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇവിടെയൊക്കെ മാർക്കറ്റിൽ പുതിയ ഐഡിയസ് ഉണ്ട്. ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു, അടുത്ത ക്യാൻഡിൽ അതിൻ്റെ ലോയും ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇവിടെയും നമ്മൾ അപ്പ് സൈഡിലേക്കുള്ള മീൻസ് ഡൗൺ സൈഡ് അപ്പ് സൈഡ് ലിക്വിഡിറ്റി ആയിരിക്കും മാർക്ക് ചെയ്യുക. ഇവിടെ ടച്ച് ചെയ്യുമ്പോഴായിരിക്കും ഇനി നമുക്ക് താഴേക്കുള്ള ട്രേഡ് നോക്കാൻ പറ്റുക. മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോയത്. അപ്പോൾ നമുക്ക് പുതിയൊരു ഐഡിയക്സ് വീണ്ടും താഴേക്കുള്ള കിട്ടിയിട്ടുണ്ട്. അതായത് നേരത്തെ ഉണ്ടാക്കിയ ലോൻ്റെ ബ്രേക്ക് ചെയ്യാതെ താഴെ ഒരു ഹയസ്റ്റ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഏരിയനെ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ ഇനി അപ്പ് സൈഡിലേക്കുള്ള ട്രേഡേ ഉണ്ടാവുള്ളൂ. നമുക്ക് അവിടെ ടച്ച് ചെയ്യുമ്പോഴേ നമുക്ക് അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ് ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അതായത് മാർക്കറ്റ് ഒരു ഹയസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു ലോ ഏരിയയിൽ എത്തുന്ന സമയത്ത് നമുക്ക് അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാം. ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ഐഡിയക്സ് മാർക്ക് ചെയ്ത ഏരിയയിൽ എക്സാക്ട്ലി മാർക്ക് ചെയ്തിട്ട് ടാപ്പ് ചെയ്തിട്ട് താഴേക്കൊക്കെ വന്നിട്ടുണ്ടോ നമുക്കറിയില്ല. അപ്പോൾ അത് ഞാനിപ്പോൾ ലൈവായിട്ട് ഇങ്ങനെ മാർക്കറ്റ് കാണിച്ചു തരുമ്പോൾ നമുക്ക് പ്രീവിയസ് ഡേൻ്റെ ഒന്നും കാണിക്കാൻ കഴിയില്ല. അപ്പോൾ പ്രീവിയസ് ഡേൻ്റെ ഒക്കെ നമുക്ക് കാണിക്കണമെങ്കിൽ അത് നമ്മൾ ഇനി ലൈവായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും പ്രീവിയസ് ഡേയിലെ മാർക്കിംഗ് ഏതൊക്കെയാണ്. അന്ന് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന നാളെ മുതൽ നെക്സ്റ്റ് ട്രേഡിംഗ് ഡേയ്സ് മുതൽ. അപ്പോൾ നമുക്ക് ഏകദേശം ഐഡിയക്സ് ഏരിയകൾ ഏതൊക്കെയാണെന്നുള്ളത് മാർക്ക് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മാർക്കറ്റ് വീണ്ടും ഒരു ഹയസ്റ്റ് ക്യാൻഡിലെ ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ഹയസ്റ്റ് ഏരിയ മാർക്ക് ചെയ്യാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഈ ലോവസ്റ്റിൻ്റെ താഴേക്ക് പോകാതെ ഈ ഒരു ഹയസ്റ്റ് ക്യാൻഡിലെ ലോ ബ്രേക്ക് ചെയ്ത് ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യണം, താഴേക്കുള്ള ഐഡിയക്സ് മാർക്ക് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഈ ലോവസ്റ്റ് ക്യാൻഡിൽ താഴേക്ക് പോകാതെ ഒരു ക്യാൻഡിലെ ഈ ഒരു ക്യാൻഡിലെ ഹൈയിലേക്ക് പോയൊരു ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയനെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്ക് ട്രേഡ് നോക്കാൻ പറ്റും. അത് ടാപ്പ് ചെയ്യാതെ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകണമെങ്കിൽ പുതിയ ഐഡിയസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മുടെ ടോപ്പ് സൈഡിലേക്ക് നോക്കാൻ പറ്റിയ ഏരിയയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് എന്താ പറയുക താഴേക്ക് തന്നെ വരുന്നത്. അപ്പോൾ നമുക്ക് പുതിയ ഐഡിയസ് വേറെ കിട്ടിയിട്ടുണ്ട്. എന്താണ് ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്തതിനോട് ഇവിടെ നമുക്ക് അപ്പ് സൈഡ് ലിക്വിഡിറ്റിയാണ്. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കുള്ള ട്രേഡ് നോക്കാൻ പറ്റിയ ഏരിയ. ഇനി മാർക്കറ്റ് തിരിച്ചു വന്ന് ഇവിടെ തൊടുമ്പോഴേ നമ്മൾ താഴേക്കുള്ള ട്രേഡ് നോക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് മാർക്കിങ് ചെയ്യുക, ഐഡിയക്സുകൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇനി അധികം പറഞ്ഞ് ഞാൻ കൺഫ്യൂഷൻ ആക്കണില്ല. അത് നമുക്ക് എന്താ പറയുക ഇനി ലൈവായിട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്നുള്ളൂ. മാർക്കറ്റ് അവേഴ്സിൽ ഇനി ചെയ്യണ കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. അത് സംഭവം സിമ്പിളാണ്, ഇത്രേ ഉള്ളൂ. അതായത് മാർക്കറ്റിൽ നമ്മൾ മാർക്കിങ് ചെയ്യേണ്ടത് ഒറ്റ കാര്യമുള്ളൂ. 50 മിനിറ്റ്സ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലേക്ക് മാറ്റിയിട്ട് 50 മിനിറ്റ്സ് ഇങ്ങനെയുള്ള പ്രൈസ് ആക്ഷൻസ് വരുന്ന സമയത്ത് നമ്മൾ താഴെയുള്ള ലിക്വിഡിറ്റി ഏരിയകൾ മാർക്ക് ചെയ്യുക. നേരത്തെ ഉണ്ടാക്കിയ ഹൈയിൻ്റെ മുകളിലേക്ക് പോകാതെ താഴേക്കൊരു ഐഡിയസിൻ്റെ മുകളിലൊരു ലിക്വിഡിറ്റി മാർക്ക് ചെയ്യുക. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കും ഈ ഒരു ഏരിയകൾ ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇതാണ് നമ്മുടെ എന്താ പറയുക ട്രെൻഡ്. അതായത് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ പ്രീവിയസ് ഡേയിലുള്ള 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയകൾ മാർക്ക് ചെയ്യുക, ഡൗൺ സൈഡ് മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു ഹൈയസ്റ്റ് ക്യാൻഡിലെ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ ട്രെൻഡ്? ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ അപ്പ് സൈഡിലേക്കാണ് നമ്മുടെ ട്രെൻഡ്. അതുപോലെ ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ ഡൗൺ സൈഡിലേക്കാണ് ട്രെൻഡ്. അത്രേ ഉള്ളൂ. നമുക്ക് വേറെ അധികം ആലോചിക്കാനൊന്നുമില്ല. ഇവിടെ ടച്ച് ആ ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യും. അങ്ങനെയാണ് സംഭവം. ഇപ്പോൾ നിഫ്റ്റീൻ്റെ ചാർട്ടാണിത്. നിഫ്റ്റിയിൽ തന്നെ ഒരുപാട് ലിക്വിഡിറ്റി ഏരിയകൾ. അതുപോലെ തന്നെ 50 മിനിറ്റ്സിൽ നമ്മൾ മാർക്ക് ചെയ്ത പോലെ തന്നെ ഡെയിലി ടൈം ഫ്രെയിമിൽ 5 മിനിറ്റ്സിൽ നമ്മൾ മാർക്ക് ചെയ്യും കേട്ടോ. 5 മിനിറ്റ്സിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ, അതായത് സെയിം ഡേയിൽ മാത്രമേ ആ ഒരു മാർക്കിംഗ് ഉണ്ടാവുള്ളൂ. നമുക്ക് 2 ടൈപ്പിൽ എൻട്രി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് നമുക്ക് എന്താ പറയുക
രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആവണതിൻ്റെ ഒരു 9-8 മാർക്കറ്റിൽ നമുക്കറിയാം എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവാൻ പോകുന്നതെന്ന്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം പ്രീവിയസ് ഡേയിലെ 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയകൾ ഏതൊക്കെയാണെന്നുള്ളത് മാർക്ക് ചെയ്യണത് മാത്രമേ നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. പ്രീവിയസ് ഡേയിലെ 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയകൾ മാത്രം മാർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ സമയത്ത് നമുക്ക് ഈ ഒരു ഏരിയ ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് ചാർട്ടുള്ളത് കരുതുക. അപ്പോൾ നമുക്ക് ഇത് നിഫ്റ്റീൻ്റെ ചാർട്ടാണ്. ഇപ്പോൾ നമുക്ക് അടുത്ത ദിവസം നാളത്തെ ദിവസം ലിക്വിഡിറ്റി ഏരിയകൾ ഏതൊക്കെ മാർക്ക് ചെയ്യേണ്ടത്, ട്രേഡ് പ്ലാൻ ചെയ്യാനെന്ന് ചോദിച്ചാൽ നമുക്ക് മാർക്കറ്റിൽ നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ച സാധനം ഉണ്ടല്ലോ, അതായത് മാർക്കറ്റ് മുകളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരു ഹയസ്റ്റ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്യാണ്, താഴെ ലിക്വിഡിറ്റിയാണ്. അപ്പോൾ നമുക്കിവിടെ മാർക്കിങ്, ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ട്, ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ അപ്സൈഡിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. അതിന് ശേഷം ഈ ഒരു ഹൈയിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയിട്ട് പിന്നെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ നോക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഹൈയിൻ്റെ മുകളിലേക്ക് പോയിട്ട് ഇവിടെ 29 നവംബറിൻ്റെ ഒരു ക്യാൻഡിലിൻ്റെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിലിൻ്റെ ഹയസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് അന്നത്തെ ദിവസം തന്നെ അതിൻ്റെ ഹൈയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് 2:30. അപ്പോൾ ഈ ഒരു ഏരിയ, ആ ഒരു ലോവസ്റ്റ് ഏരിയ നമ്മുടെ ഒരു IDX ആണ്. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇനി അപ്സൈഡിലേക്കായിരിക്കും ആദ്യം പ്ലാൻ ചെയ്യുക. അപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ മാർക്കറ്റ് രാവിലെ വന്നിട്ട് ഇതിൻ്റെ താഴെയോ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലോ അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങോട്ടോ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുക മുകളിലേക്കാണ് നമ്മുടെ ട്രെൻഡ് എന്നുള്ളതാണ്. നമ്മൾ ഇനി അപ്പ് സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ലെഫ്റ്റ് സൈഡിൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം, എന്ത് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഏരിയ ഉണ്ടോ നോക്കാം. അതിനെന്താണ്, നമുക്കറിയാം മാർക്കറ്റ് താഴേക്ക് വന്നപ്പോൾ ലോവസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് അത് നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഹൈൻ്റെ നമ്മൾ പോലെ ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെയൊക്കെ നമുക്ക് അപ്പ് സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഏരിയ എങ്ങനെ നമുക്ക് കിട്ടി, ഒരു ഹയസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് താഴെയുള്ള. ഇവിടെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ലോവസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഹയസ്റ്റ് ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ താഴേക്കുള്ള ട്രേഡാണ് പ്ലാൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ നിഫ്റ്റിയിലുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ 3 പ്ലാനാണുള്ളത്. ഒന്നുകിൽ മാർക്കറ്റ് ഇതിൻ്റെ മുകളിലേക്കാണ് ഓപ്പൺ ആവണത്, അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്ത് ആദ്യം ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ ആദ്യത്തെ ട്രേഡ് താഴേക്കുള്ള ട്രേഡായിരിക്കും. ഇനി അതല്ല മാർക്കറ്റ് നാളെ ഓപ്പൺ ആവണത് ഈ ഒരു ഏരിയയിലാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ട്രേഡ് മുകളിലേക്കായിരിക്കും. അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ 50 മിനിറ്റ്സ് ഫസ്റ്റ് ട്രേഡ് എന്ന് പറഞ്ഞാൽ അതാണ് ഫസ്റ്റ് ട്രേഡ്. ഇനി സെക്കൻഡ് ട്രേഡ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യുന്ന 50 മിനിറ്റ്സിൻ്റെയോ 5 മിനിറ്റ്സിൻ്റെയോ ലിക്വിഡിറ്റി ഏരിയയിലായിരിക്കും നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. അപ്പം ഇപ്പോൾ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഡേയിൽ മീൻസ് അന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ 29-ാം തീയതിയാണിത്, 29-ാം തീയതി 29-ാം തീയതി നമ്മൾ ആദ്യത്തെ ട്രേഡ് ഏതെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്ത് അതിനുശേഷം 5 മിനിറ്റ്സിൻ്റെ IDX ഞാൻ അന്നത്തെ ദിവസം ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ 5 മിനിറ്റ്സിൻ്റെ മാർക്കറ്റ് 29-ാം തീയതി ഓപ്പൺ ആയത് എവിടെയാണ്, ഇവിടെയാണ് ഓപ്പൺ ആയത് 9:15. ചിലപ്പോൾ നമുക്ക് ആദ്യത്തെ അറ്റംപ്റ്റ് ഏതെങ്കിലും എൻട്രി കിട്ടിയെന്ന് കരുതുക. സെക്കൻഡ് അറ്റംപ്റ്റ് അന്ന് ക്രിയേറ്റ് ചെയ്ത പ്രൈസ് ആക്ഷൻ അനുസരിച്ചാണ് നമ്മൾ ട്രേഡ് എടുക്കുക. അന്ന് ക്രിയേറ്റ് ചെയ്ത പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ട്രേഡ് 5 മിനിറ്റ്സിലാണ് തോന്നുന്നത്. 5 മിനിറ്റ്സിലും 50 മിനിറ്റ്സിലും രണ്ടും നമ്മൾ വാച്ച് ചെയ്യുക. ഏതിലാണോ ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവണോ അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മുകളിലേക്കാണ് ട്രേഡ് പ്ലാൻ ചെയ്യുക. ഏത് ഏരിയയിലാണോ പ്ലാൻ ചെയ്യുന്നത് അതിനനുസരിച്ച്. അപ്പോൾ മാർക്കറ്റ് അന്നത്തെ ദിവസം ഓപ്പൺ ആയത് 9:15 ഇവിടെയാണ്. മാർക്കറ്റ് എന്താ ചെയ്ത് മുകളിലേക്ക് ഇങ്ങനെ പോയിട്ട് ഒരു 9:30 ഒരു ക്യാൻഡിലാണ് ആദ്യമായിട്ട് ലോ ബ്രേക്ക് ചെയ്യുന്നത്. അതിന് മുമ്പ് ഇവിടെ ഉണ്ടോ 9:25 ഉണ്ടല്ലേ, 9:20 ഈ ക്യാൻഡിലുണ്ടോ 9:20 ക്യാൻഡിലിൻ്റെ ആദ്യം ലോ ആണ് മാർക്കറ്റ് എടുത്തത്. പിന്നെ ഹൈ എടുത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയയാണ് മാർക്ക് ചെയ്യുക. അന്ന് ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റിയാണ്. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ അപ്പ് സൈഡിലേക്ക് പോകാൻ പറ്റിയൊരു ഏരിയയാണ്. പക്ഷേ അവിടെ മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്തില്ല. പിന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോയിട്ട് 9:30 ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്ത് ഇത്രയും താഴേക്ക് വന്നു. അതിന് ശേഷം അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു. ഹൈ ബ്രേക്ക് ചെയ്യുന്ന എപ്പോഴാണ് 9:50 അപ്പോൾ 9:50 തന്നെ നമ്മുടെ മാർക്കിങ് റെഡിയാണ്. 9:50 ആയ സമയത്ത് നമുക്ക് മാർക്കിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്യുന്നത് അത് 9:50 നമ്മൾ മാർക്ക് ചെയ്ത് റെഡി ആയി നിൽക്കുകയാണ്. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ ഇനി ഞാൻ അപ്പ് സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുമെന്നുള്ള വ്യൂവിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്യണം അവിടെ 10 മണിക്കാണ്. 10 മണിക്ക് അവിടെ ടച്ച് ചെയ്ത് നമ്മൾ അപ്പ് സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഏരിയയാണ്. അവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് നല്ല മൊമെൻറ്റം തന്നു അല്ലേ, ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത് നല്ല മൊമെൻറ്റം അപ്പ് സൈഡിലേക്ക് തന്നു. പിന്നെ അന്ന് ഏതെങ്കിലും ഏരിയ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കുക നമുക്ക്. പിന്നെ അന്നത്തെ ക്രിയേറ്റ് ആയ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നത് ഈ ഹയസ്റ്റ് ക്യാൻഡിലിൻ്റെ എനിക്ക് ഇതാണ് ഹയസ്റ്റ് ക്യാൻഡിൽ. കാരണം ഇതിൻ്റെ ഈ 10:35 ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും നമ്മുടെ എന്താ പറയുക IDX ഏരിയ അന്നത്തെ ദിവസം. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോഴേ പിന്നെ നമുക്ക് അടുത്ത ട്രേഡ് മുകളിലേക്ക് പോകും. പക്ഷേ അവിടെ ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ മാർക്കറ്റ് ടൈമിൽ നോക്കുമ്പോൾ അറിയാം ഏത് ക്യാൻഡിലിൻ്റെ ലോ ആദ്യം മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം ഒറ്റ കാര്യമുള്ളൂ. ഏതെങ്കിലും ഒരു ക്യാൻഡിലിൻ്റെ
ലോ ആദ്യം ബ്രേക്ക് ആയിട്ട് ഹൈ ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയൻ്റെ താഴെ ലിക്വിഡിറ്റി മാർക്ക് ചെയ്തിട്ട് അവിടെ തെറ്റ് ചെയ്യുമ്പം മുകളിലേക്കുള്ള ട്രേഡ് നോക്കാൻ പറ്റിയ അതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഏരിയൻ്റെ 10.50 ക്യാൻഡലിൻ്റെ ലോ ആദ്യം ബ്രേക്ക് ആയിട്ട് ഹൈ ബ്രേക്ക് ആകാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തോന്നുന്നത് വെച്ചാൽ നമുക്ക് സിംഗിൾ ക്യാൻഡിലാകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. കാരണം ഈ ഒരു ഹൈയസ്റ്റ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്ത് ഒറ്റ ക്യാൻഡിൽ നടക്കുമ്പോൾ നമ്മൾ ആദ്യമാണ് ഹൈ ആണോ ലോ ആണോ ക്യാൻഡിൽ ചെറുതാക്കി നോക്കിയാൽ 1 മിനിറ്റിലേക്കൊക്കെ നോക്കിയാൽ ഈസി ആയിട്ട് മനസ്സിലാക്കും. പക്ഷേ ഞാനത് ഫാസ്റ്റായിട്ട് പറയുമ്പോൾ പറഞ്ഞതേ. അപ്പോൾ നമ്മുടെ ഒരു ഐഡിയസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഹൈയസ്റ്റ് ഇവിടെ എനിക്ക് തോന്നുന്നത് 10.50 ക്യാൻഡിലിൻ്റെ ലോ ആദ്യം കാരണം അത് ഗ്രീൻ ആയതിനെ കൊണ്ട് ചാൻസ് ഉണ്ട്. ഇവിടെ ലോ ടാപ്പ് ചെയ്തിട്ട് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക 11 മണിയായപ്പോൾ നമ്മുടെ ഐഡിയസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ മുകളിലേക്ക് ട്രേഡ് നോക്കിയാൽ മതി എന്നുള്ളൊരു ഏരിയ അവിടെ ടച്ച് ചെയ്തിട്ട് എക്സാക്ട്ലി മാർക്കറ്റ് എന്ത് ചെയ്തു മുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അതേ ഏരിയ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് താഴേക്കുള്ളൊരു എൻട്രിയും വന്നിട്ടുണ്ട് കേട്ടോ. അതായത് മാർക്കറ്റ് ഞാൻ പറഞ്ഞു ഡൗൺ സൈഡും അപ്പ് സൈഡും നമുക്ക് ലിക്വിഡിറ്റി കിട്ടും. അങ്ങനെ മാർക്കറ്റ് താഴേക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഒരു ലോവസ്റ്റ് ഇവിടെ 11.40 ക്യാൻഡിലെ ഹൈ ആദ്യം ബ്രേക്ക് ചെയ്തിട്ട് ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഡൗൺ സൈഡ് മീൻസ് അപ്പ് സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കും നോക്കാൻ പറ്റിയൊരു ഏരിയ. അപ്പോൾ രണ്ടും അടുപ്പിച്ചാണ്, താഴെയുണ്ട് മുകളിലുണ്ട്, രണ്ടും അടുപ്പിച്ചുള്ളതാണ്. രണ്ടിനും റിയാക്ഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ടാർഗറ്റ് അടിച്ചത് എനിക്ക് തോന്നുന്നു താഴെ നിന്ന് മുകളിലേക്കുള്ളതിനാണ്. കാരണം ഈ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തപ്പോൾ മുകളിലേക്കും പോയിട്ടുണ്ട്, ഇവിടെ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തപ്പോൾ താഴേക്കും മാർക്കറ്റ് വന്നു. മാർക്കറ്റ് അത്യാവശ്യം മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 30 പോയിൻ്റൊക്കെ നിഫ്റ്റിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് പിന്നെ മൂവ് ചെയ്യും ലിക്വിഡിറ്റി ഏരിയയിൽ. പക്ഷേ നമുക്ക് ഏതിലാണ് ഇതിപ്പോൾ നമ്മൾ രണ്ട് മാർക്ക് ചെയ്ത് റിയാക്ട് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഇവിടെ എത്തുമ്പോൾ നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്യും. നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് ചെറിയ സ്റ്റോപ്പ് ലോസിൽ വലിയ ടാർഗറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ലിക്വിഡിറ്റി ഏരിയ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്ത് വെച്ചിട്ട് അവിടെ എത്തുമ്പോൾ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് ഗുണം എന്താ വെച്ചാൽ ഈ ഓവർ ട്രേഡ് ഒരുപാട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് കൺട്രോൾ ആകാൻ പറ്റും. കാരണം നമുക്ക് ചിലപ്പോൾ നമ്മൾ എൻട്രി മാർക്ക് ചെയ്തത് 9.50 പക്ഷേ നമ്മുടെ എൻട്രി വരെ പിന്നെ 10.10 വരെ നമുക്ക് വെയിറ്റിംഗ് ആണ്. അല്ലാതെ എല്ലാ ഹൈ ബ്രേക്ക് പണ്ടത്തെ ചെയ്യുന്ന പോലെ പല ആളുകൾ ചെയ്യുമ്പോൾ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ഔട്ടിൽ കയറി ട്രേഡ് എടുത്തിട്ട് വലിയ സ്റ്റോപ്പ് ലോസും ചെറിയ ടാർഗറ്റും വെച്ച് ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും ബെറ്റർ ഇങ്ങനെയുള്ള ലിക്വിഡിറ്റി ഏരിയ എത്താൻ വേണ്ടിയിട്ട് പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യുക. നമുക്ക് 1-2 അവസരം ഒരു ദിവസം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ബിഗിനിങ് സ്റ്റേജിൽ നമ്മുടെ എൻട്രി സെറ്റപ്പ് മൊത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം മാക്സിമം 2 ട്രേഡ് ഉണ്ടാവുള്ളൂ. 2 ട്രേഡ് നമ്മൾ വിനിയോഗിക്കുക. അതിൽ ടാർഗറ്റ് അടിക്കുമോ എസ് എൽ അടിക്കുമെന്നൊന്നും നമുക്കറിയില്ല. ചിലപ്പം കണ്ടിന്യൂസ് എസ് എൽ വരാം. പക്ഷേ ടാർഗറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഒക്കെ കവർ ചെയ്യാനുള്ളൂ. കാരണം നമുക്ക് എന്താണ് വലിയ റിസ്ക് റിവാർഡ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് എന്താ പറയുക ഈ ഒരു ട്രേഡിംഗ് രീതി ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഡിസിപ്ലിൻ വരും. കാരണം നമുക്ക് എൻട്രി ഏരിയ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു ദിവസം 2, 3, 4 എൻട്രി ഏരിയകളെ 5, 6 എൻട്രി ഏരിയകളെ മാക്സിമം ചിലപ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകൾ എത്തുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ കാര്യത്തിൽ കൺട്രോൾഡ് ആവും. പിന്നെ ഒരു ദിവസം നമ്മൾ മാക്സിമം 2 ട്രേഡേ ഉള്ളൂ എന്ന് പറയുന്നത് അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മാർക്കിംഗ് ചെയ്യുക ലൈവായിട്ട് ഇനി ഓരോ ദിവസവും ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എല്ലാവർക്കും ഒന്ന് ഫെമിലിയർ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ 50 മിനിറ്റ്സിൻ്റെ മാർക്കിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്ന 50 മിനിറ്റ്സ് ഏരിയകൾ അതെങ്ങനെയാണ് ഞാൻ മാർക്ക് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഉള്ള ലിക്വിഡിറ്റി ഏരിയകൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്. മാർക്കറ്റ് മുകളിൽ ഒരു ഹൈയസ്റ്റ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്ത ഏരിയനെ ലോവസ്റ്റ് ഏരിയയിൽ നമ്മൾ പോയി എന്ത് ചെയ്യാം IDX ആയിട്ട് മാർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഹൈയിലേക്ക് പോകുമ്പോൾ കിട്ടിയത് 1.30 ക്യാൻഡിലിന് ലോ ബ്രേക്ക് ചെയ്തിട്ട് ഹൈ ബ്രേക്ക് ചെയ്ത്. അപ്പോൾ ഇവിടെയും ഒരു ഈ 2 ലിക്വിഡിറ്റി ഏരിയയാണ് നെക്സ്റ്റ് ഡേയിൽ. ഇപ്പോൾ മാർക്കറ്റ് മൺഡേ എന്നാണുള്ളത്, 2 ഡിസംബറിനാണ് ഈ ട്രേഡ് ഉള്ളത്. ആ ഒരു ദിവസം നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുക ഇവിടെ. അതുപോലെ ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു ലോവസ്റ്റ് ക്യാൻഡിലിൻ്റെ ഇവിടെ അന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു എൻട്രി ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത സാധനം ഉണ്ടല്ലോ, ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്തതിനെ കൊണ്ട് നമുക്ക് ഇവിടെ എന്തിന് യൂസ് ചെയ്യാം. മാർക്കറ്റ് താഴേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ലോവസ്റ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്തു. ആ സെയിം ഡേ 9:30 തന്നെ ആയതാണത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയനെ മാർക്ക് ചെയ്യാം. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് താഴേക്കുള്ള ട്രേഡിന് വേണ്ടി കറക്റ്റ് എക്സാക്ട്ലി അന്ന് ഭയങ്കര ബെയറിഷ് മൂവ്മെൻറ്റ്. പക്ഷേ എനിക്ക് അന്ന് ഇവിടുന്ന് ഒരു എൻട്രി മിസ്സായത്. അത്രയും നല്ല താഴേക്ക് വന്നിട്ട് മാർക്കറ്റ്. ചില ദിവസങ്ങളിൽ നമുക്ക് വലിയ ടാർഗറ്റ്, അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ എൻട്രി എടുത്താൽ തന്നെ നമുക്കൊരു ടാർഗറ്റ് വെക്കാൻ എനിക്ക് തോന്നുന്നു ഈ ഒരു ലോൻ്റെ താഴേക്കായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ലോൻ്റെ താഴേക്കായിരിക്കും. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് ചില ദിവസം ടാർഗറ്റ് അടിക്കുന്ന ദിവസത്തെ പോലെ എന്താ പറയുക 170 പോയിൻ്റൊക്കെയാണ് അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു നിഫ്റ്റിയിൽ. അത് മാക്സിമം ചിലപ്പോൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അന്നത്തെ ഡേയിലോ എടുത്താൽ പോലും 1:10 റേഞ്ചിലുണ്ടായിരുന്നു ട്രേഡിൽ. ഇനി അറ്റ്ലീസ്റ്റ് ഇതൊക്കെ വെയിറ്റ് ചെയ്താൽ മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ അന്നത്തെ ദിവസം പറ്റിയിട്ടുണ്ടെങ്കിൽ 100-ലധികം പോയിൻ്റൊക്കെ നിഫ്റ്റിയിൽ അന്നത്തെ ദിവസം ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ 100 പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ 1:15 അബുവാണ്. അപ്പോൾ
ഇടയ്ക്ക് അങ്ങനെ ഒരു ട്രേഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു പിന്നെ അത് 14 ട്രേഡ് നമുക്ക് SL അടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് റിസ്ക് റിവാർഡ് എന്നുള്ള സാധനം ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ട്രേഡിങ് സ്റ്റൈലിൽ. അപ്പോൾ അതിന് നമുക്ക് എല്ലാവർക്കും ഈ റിസ്ക് റിവാർഡിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസ്ക് റിവാർഡിൻ്റെ പ്രശ്നം ആളുകൾക്ക് മാക്സിമം പ്രോഫിറ്റ് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു സ്കില്ലില്ലാത്തതിൻ്റെ ഒരു മെയിൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ മുൻപ് ചെയ്തു വരുന്ന പല സ്ട്രാറ്റജികളും നമ്മളിപ്പോൾ CPR അല്ലെങ്കിൽ ഏത് സ്ട്രാറ്റജി ചെയ്യുന്ന അല്ലെങ്കിൽ നോർമൽ റീറ്റെയിലേഴ്സ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ചെയ്യുമ്പോൾ റിസൾട്ട് ഒരു മാസം 2 മാസം ട്രേഡ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ നമുക്ക് പിന്നെ ഈ റിസ്ക് റിവാർഡൊന്നും ഫോളോ ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടാവില്ല. കാരണം നമുക്ക് പേടിയാണ്. കാരണം ഇതിൽ ടാർഗറ്റ് കിട്ടുന്ന കുറവാണ് അല്ലെങ്കിൽ ടാർഗറ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു ഭയം വരുന്ന സമയത്ത് നമുക്ക് ഇത്രയും വലിയ ഫാളിലൊന്നും ക്യാപ്ചർ ചെയ്യാൻ അതുവരെ പിടിച്ചിരിക്കാനുള്ള മൈൻഡ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു മൈൻഡ് ഡെവലപ്പ് ചെയ്യാനാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നമ്മൾ ഈ ഒരു ട്രേഡിങ് സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാൽ പോലും ഫസ്റ്റത്തെ നമ്മുടെ എല്ലാ ക്ലാസ്സുകൾ കഴിഞ്ഞാലും ആദ്യത്തെ 20 ഡേയ്സ് നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു സ്ട്രാറ്റജിയിൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് മാക്സിമം ഉള്ള റിസ്ക് റിവാർഡ് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പം ട്രേഡിങ്ങിൻ്റെ ക്ലാസ് കഴിഞ്ഞു, എൻട്രി സെറ്റപ്പും ക്ലാസ് കഴിഞ്ഞു, ലൈവും കഴിഞ്ഞ് നേരെ പോയിട്ട് ട്രേഡിങ്ങിലേക്ക് നമ്മൾ ഇറങ്ങണ്ട. നമ്മൾ ഇതിന് കുറച്ച് സമയം കൊടുത്തിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ഈ സ്ട്രാറ്റജിയിൽ ഉണ്ടാക്കിയെടുത്തതിന് ശേഷമേ നമുക്ക് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഡിസിപ്ലിനൊക്കെ വരുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇനി നമ്മൾ വഴിയെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പം ഈ ലെവലാണ് ഇപ്പോൾ നമുക്ക് അപ്പ് സൈഡിലേക്കുള്ള മീൻസ് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാനുള്ള ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്ക്. നാളത്തെ ദിവസം 3 ലെവൽസ് ഇതാണ്. ഇതിൽ ടാപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആദ്യത്തെ എൻട്രി പരിഗണിക്കുക. ബാങ്ക് നിഫ്റ്റിയുടെ 15 മിനിറ്റിൻ്റെ ചാർട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാർട്ട് കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, എന്തൊക്കെ ഏരിയകളാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒന്ന് നോക്കാം. നമുക്ക് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് താഴേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ 10:45 ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു IDX ഇവിടെ ഉണ്ട്, ഡൗൺ സൈഡ് മീൻസ് അപ്പ് സൈഡ് ലിക്വിഡിറ്റി. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുക. അതുപോലെ വീണ്ടും സെയിം ഏരിയയിൽ തന്നെ 11:15 ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ ലോയും ബ്രേക്ക് ചെയ്ത് 12:30 ആയപ്പോൾ. അപ്പോൾ അവിടെയും ഒരു IDX ആണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ എന്താ പറയുക, ഇത് 40 പോയിൻ്റ്, അറ്റ്ലീസ്റ്റ് 30 പോയിൻ്റ് ഡിഫറൻസിൻ്റെ പിന്നെ കൂടുതലാണെങ്കിൽ നിഫ്റ്റിയിൽ 2 IDXകൾ ഒരുമിച്ച് വരികയാണെങ്കിൽ ടോപ്പിലുള്ളത് എടുത്താൽ മതി. ഇപ്പോൾ 40 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് താഴെ ടാപ്പ് ചെയ്യുമ്പോഴും താഴേക്കുള്ള ട്രേഡ് നോക്കാം. പിന്നെ നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കുള്ള എൻട്രി നോക്കാൻ പറ്റിയ ഏരിയ. പിന്നെ ഇവിടെ ഈ ഒരു 1:15 ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്ത് ഇത് ഏതാ ദിവസം 28 തന്നെ സംഭവിച്ചത് അത്. അപ്പോൾ ഇത് 29-ാം തീയതി നമുക്ക് താഴേക്കുള്ളൊരു എൻട്രി വന്നൊരു ഏരിയ അത് അല്ലേ. അതായത് 28-ാം തീയതി ഉച്ചക്ക് 1:15 ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് 2 മണി വരെ പോയി, 2 മണിൻ്റെ ക്യാൻഡിൽ വരെ പോയി. അതിനുശേഷം സെയിം 2 മണിൻ്റെ ക്യാൻഡിലിൻ്റെ അതിൻ്റെ ലോയും ബ്രേക്ക് ചെയ്തു. അതായത് 28-ാം തീയതി നവംബറിന് ഉച്ചക്ക് 2 മണിക്ക് നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി IDX കിട്ടിയിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റ് അന്നത്തെ ദിവസം ഒന്നും അവിടെ വന്നിട്ടില്ല. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ 29-ാം തീയതി ട്രേഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം മാർക്ക് ചെയ്യുന്ന ഏരിയ ഇതായിരിക്കും. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഡൗൺ സൈഡിലേക്ക് എന്നുള്ള എക്സാക്ട്ലി ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ട് നല്ല ഡൗൺഫാൾ വന്നിട്ടുണ്ട്. നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റിയ ഇവിടെ താഴെയുള്ളൊരു IDX ഏരിയ ഒക്കെ ആയിരിക്കും. വലിയ മൂവ്മെൻറ്റ് അന്നത്തെ ദിവസം കിട്ടിയിട്ടുണ്ട്. അത് 300 പോയിൻ്റൊക്കെ ബാങ്ക് നിഫ്റ്റി ഈസി ആയിട്ട് നമുക്ക് 1:7-8 ഒക്കെ ടാർഗറ്റ്. 300 അല്ല, അതിനും കൂടുതൽ വന്നിട്ടുണ്ട്. 300 അല്ല, ആ ലോ എടുത്തിട്ടുണ്ട് മാർക്ക്. 353 പോയിൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ആയിരിക്കും 29th നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത്. ഒക്കെ എക്സാക്ട്ലി അവിടുന്ന് മാർക്കറ്റ് ഇപ്പോൾ എന്നും അങ്ങനെ റിയാക്ട് ചെയ്യണമെന്നില്ല. എക്സാക്ട്ലി നമ്മളെ ലിക്വിഡിറ്റി ഏരിയ നമ്മൾ നേരെ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്ന ദിവസമായിരിക്കും സ്ട്രൈറ്റ് മുകളിലേക്ക് പോകുന്ന ദിവസം. അപ്പോൾ നമ്മുടെ SL അടിക്കും, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ട്രേഡ് SL അടിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കണമെങ്കിൽ ഇവിടെ ഇല്ല. ഇനി നമുക്ക് അടുത്ത ദിവസം ഇപ്പോൾ നാളത്തെ ദിവസം നോക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഉണ്ടാവും. 2 മണിയുടെ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തത് 12 മണിക്കാണ് 29-ാം തീയതി. അപ്പോൾ നമുക്ക് നിയറസ്റ്റ് ആയിട്ട് ഇനിയുള്ളൊരു IDX എന്ന് പറഞ്ഞാൽ ഇവിടെയാണുള്ളത് 52,170. ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക്
മുകളിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നെ സോറി മുകളിലേക്ക് താഴോട്ട് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ താഴോട്ട് ട്രേഡ് പ്ലാൻ ചെയ്യും. അതിന് നമുക്ക് വേറെ ഒരു ലോവസ്റ്റ് ക്യാനിൽ 13.45. അതിന് ശേഷം ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ഏരിയ ഇല്ല, ഇത് ലോവസ്റ്റ് അല്ല, ഇത് തന്നെയാണ് ലോവസ്റ്റ്. ഈ 2 മണിയുടെ ക്യാൻഡിലാണ് ലോവസ്റ്റ് അന്നത്തെ അതുവരെയുള്ള. ആ ഒരു ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തത് ഇവിടെയാണ് അന്നത്തെ 2 മണിക്കാണ്. ഇനി നമുക്ക് ഇത് ലോ ബ്രേക്ക് ആയിട്ടുണ്ടോ? ലോ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ലോ 51,782.90 770. ഇത് ലോ ബ്രേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്തത് എപ്പോഴാണെന്ന് വെച്ചാൽ 29-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അപ്പോൾ 2 മണിക്ക് നമുക്ക് ഈ ഒരു ഹയസ്റ്റ് ഏരിയ നമുക്ക് മാർക്ക് ചെയ്യാം 29-ാം തീയതി. പക്ഷേ മാർക്കറ്റ് അവിടെയൊക്കെ ടച്ച് ചെയ്തിട്ടില്ല നമുക്ക് എൻട്രി തരാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിനും ലോയിലേക്ക് പോയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അതായത് 12 മണിക്ക് 29-ാം തീയതി 12 മണിക്ക് അതിൻ്റെ താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഏത് താഴേക്ക് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നേരത്തെ ഉണ്ടാക്കിയ ലോ ബ്രേക്ക് ചെയ്യാത്തൊരു ഐഡിയസ് ഉണ്ടാക്കുകയാണ് ഇതിനെ നമുക്ക് അപ്സൈഡിലേക്കും കൺസിഡർ ചെയ്യാം. അപ്പം നോക്കുകയാണെങ്കിൽ സമയത്ത് 12:30 ക്യാൻഡിലിൻ്റെ ലോ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഹൈ ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയനെ അപ്സൈഡിലേക്കുള്ള ട്രേഡിനും പ്ലാൻ ചെയ്യാം. സെയിം ഡേയിൽ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ മാർക്കറ്റ് തിരിച്ചു വന്ന് ഇവിടെ ടാപ്പ് ചെയ്യണമെങ്കിൽ 51,816 ടാപ്പ് ചെയ്യണമെങ്കിൽ മുകളിലേക്ക് നോക്കാം. അപ്പോൾ അതിന് ശേഷം വീണ്ടും കിട്ടിയിട്ടുണ്ട്, ഇവിടെ കുറേ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കണ്ടോ 51,951 ഇവിടെ ടച്ച്. നാളത്തെ ദിവസം ഇനി മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്കുള്ള ട്രേഡ് നോക്കാം. പക്ഷേ ഇവിടുന്ന് നമുക്ക് നോക്കേണ്ട കാര്യം ഇവിടുന്ന് ടാർഗറ്റിലേക്ക് എൻട്രി കിട്ടുമ്പോൾ ഡിസ്റ്റൻസ് ഉണ്ടോ നോക്കാം. 228 പോയിൻ്റൊക്കെ ഉണ്ട് എൻട്രി ഈ ഏരിയയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ. ഒരു 1:5 റേഞ്ചൊക്കെ ഉണ്ട്. ഹയർ ടൈം ഫ്രെയിം 15 മിനിറ്റ് ആണ്. 15 മിനിറ്റ്. വൺ ഡേ നോക്കണ്ടല്ലോ. വൺ ഡേ ടൈം ഫ്രെയിം നമ്മൾ കുറച്ചൊക്കെ മാർക്കറ്റിൽ ഇരിക്കുമ്പം ഈ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് അതും. വൺ ഡേ ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ വൺ ഡേ ടൈം ഫ്രെയിമിൽ ഇത് ഡെയിലി ടൈം ഫ്രെയിമാണ്. ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു ലോവസ്റ്റ് ക്യാൻഡലിലെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ലോ ബ്രേക്ക് ചെയ്ത്, അതായത് 7 ഒക്ടോബറിന് ഉണ്ടാക്കിയ ക്യാൻഡലിലെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ലോ ബ്രേക്ക് ചെയ്യുന്നത് 13 നവംബറിനാണ്. അപ്പോൾ 13 നവംബറിനാണ് നമുക്കൊരു IDX കൺഫേം ആവണത് വൺ ഡേയിൽ. അപ്പോൾ ആ വൺ ഡേ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് വന്നു. അല്ല, ഹയർ ടൈം ഫ്രെയിം ആകുമ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഓരോരുത്തർക്കും ഓരോ ട്രേഡിംഗ് സ്റ്റൈൽ നോക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ചില ആളുകൾക്ക് ഹയർ ടൈം ഫ്രെയിം ടാപ്പ് ചെയ്യുമ്പോൾ ടാർഗറ്റ് ഈ ഒരു ഏരിയ എത്തുന്നവരെ വെയിറ്റ് ചെയ്തിട്ടുള്ള ട്രേഡ് എടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷെ അത് സ്പ്രെഡൊക്കെ എടുക്കേണ്ടി വരും, കോൾ സ്പ്രെഡോ പുട്ട് സ്പ്രെഡൊക്കെ. അങ്ങനെ നമ്മൾ ചാർട്ട് വരുന്ന സമയത്ത് കുറേ ഐഡിയസ് നമുക്ക് എങ്ങനെ അതിനെ ഐഡന്റിഫൈ ചെയ്താലും ചാർട്ട് കുറെ ഐഡിയസ് നമുക്ക് അതിൽ കിട്ടുമല്ലോ. അത് നമുക്ക് എങ്ങനെ ഇപ്പോൾ ക്ലാസ് ഞാൻ പറയുന്ന സമയത്ത് മനസ്സിലാവാത്ത ആളുകൾക്ക് ഏതെങ്കിലും ഫ്രീ ഡേയ്സിൽ, ഇപ്പോൾ സാറ്റർഡേയ്സിലൊക്കെ പേഴ്സണൽ ഗൂഗിൾ മീറ്റ് വെക്കും. ഇപ്പോൾ 2, 3, 4 ആളുകൾ അല്ലെങ്കിൽ 1, 2 ആളുകൾ കൂടിയിട്ട് ഒരു ഗൂഗിൾ മീറ്റ് ഞാൻ വെക്കുന്നുണ്ട്. അതായത് ചില ആളുകൾക്ക് അവരുടെ സ്ക്രീന് കാണിച്ചിട്ട് ഇന്ന ഡൗട്ടുകൾ, എനിക്ക് ഇന്ന IDX എങ്ങനെ മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ ആണോ എന്നൊക്കെ നമ്മുടെ സ്വന്തം സ്ക്രീന് കാണിച്ചിട്ട് എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുന്ന കുറേ ആളുകൾക്ക് അങ്ങനെ മാറ്റം വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഏതെങ്കിലും സാറ്റർഡേയ്സിലൊക്കെ ഫ്രീ ടൈമിൽ നമുക്ക് അങ്ങനെയൊക്കെ ഇരിക്കാമെന്ന് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആളുകൾ വേണ്ട വെച്ചാൽ അവർ പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യുന്ന കുറേയൊക്കെ ക്ലിയർ ആവും സംശയങ്ങളുണ്ടെങ്കിൽ.